പഴുത്ത മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന മാവിൽ പക്ഷികൾ ഒഴിഞ്ഞു നേരമുണ്ടാവില്ല. മാമ്പഴക്കാലം കഴിഞ്ഞാലോ ഒരു പക്ഷിയെ പോലും ആ വഴിക്ക് കാണില്ല. മനുഷ്യന്റെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആരിൽ നിന്ന് ഗുണമുണ്ടോ അവരോട് ചേർന്ന് നിൽക്കാൻ പലരും കാണും. അവരിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവരെ കൂടെയുണ്ടായിരുന്നവരെ കണി കാണാൻ പോലും കിട്ടില്ല. അത് സ്വന്തമായാലും ബന്ധമായാലും. കെട്ടിച്ചുവിട്ട പെണ്ണിനോടും കടലുകടന്ന പ്രവാസിയോടും പറയാൻ മാറ്റിവെച്ച വാക്കാണത്രേ പിടിച്ചു നിന്നോണം. നിങ്ങളുടെ സത്യസന്ധത ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നുമില്ല. തെറ്റു മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം അസൂയയാണ്. ഏത് ബന്ധമായാലും ഒരു പരിധിയിൽ കൂടുതൽ അടിമപ്പെടാൻ പാടില്ല. ചെറിയ അകലം എപ്പോഴും നല്ലതാണ്. എല്ലാത്തിനും അവസാനം നമ്മുടെ വഴിയെ നമ്മൾ മാത്രം. ഒരുപാട് വേദനിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഈ രീതിയാണ്. രണ്ടു നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവ് കൊണ്ട് രണ്ടു തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ. സ്നേഹം, സമ്പാദ്യം തുടങ്ങിയ എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികൾ ഇല്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്തു പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. നല്ല വ്യക്തികളുമായുള്ള സൗഹൃദം കരിമ്പ് പോലെയാണ്. അത് ഒടിച്ചാലും വളച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും കിട്ടുക മധുരമാണ്. ജീവിതത്തില് എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ചു ജീവിക്കുക. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. നഷ്ടപ്പെട്ടാൽ പ്രണയത്തിന് മാത്രമല്ല സൗഹൃദത്തിനും പൊള്ളുന്ന വേദനയാണ്. നല്ലവരെന്ന് നാം കരുതുന്നവർ നല്ലവരോ ചീഞ്ഞയെന്ന് കരുതുന്നവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവരും മറ്റു ചിലർ അഭിനയം ഇല്ലാതെ ജീവിക്കുന്നവരുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവർ ഇത്തിരിയെങ്കിലും സന്തോഷം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ആയിരിക്കും. സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അല്പം മനസമാധാനം സമ്പാദിക്കുക. കാരണം മനസമാധാനത്തെക്കാൾ വലുതായ മറ്റൊരു സമ്പത്തും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല. ഏറ്റവും നന്നായി പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന പലരും അവരുടെ സ്വന്തം ജീവിതത്തിൽ ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ചുമക്കുന്നവരായിരിക്കും. എപ്പോഴും ചിരിക്കുന്നവരെ കണ്ട് ആരും അസൂയപ്പെടരുത്. കാരണം അവർ ചിരിക്കുന്നത് ഒരുപാട് സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. ആരുടെ മനസ്സ് നല്ലതായിരിക്കുന്നോ അവരുടെ തലയിലെഴുത്ത് അത്രയും മോശമായിരിക്കും. പാഴ്വസ്തുക്കൾ ഉപയോഗപ്രദമാകുന്നത് ഉപയോഗിക്കാൻ അറിയാവുന്നവരുടെ കൈകളിൽ എത്തുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തില് വിജയിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, തളർത്താൻ നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുക. രണ്ട്, താങ്ങായി നിൽക്കുന്നവരെ കേൾക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളത് എല്ലാം അകലും. പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. സ്നേഹമെന്ന വാക്കിന് ഒരു പര്യായമുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളാണ്. ജനനം മുതൽ മരണം വരെ നിലനിൽക്കാതെ കിട്ടുന്ന സ്നേഹം അവരുടേത് മാത്രമാണ്. ഏറ്റവും രുചി കൂടിയ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ഉള്ളവനല്ല, ഏറ്റവും കൂടുതൽ വിശക്കുന്നവനാണ്. ജീവിതവും അതുപോലെയാണ്. പണത്തേക്കാൾ അധികം നമുക്ക് വേണ്ടത് സമാധാനവും സ്നേഹവുമാണ്. എന്നാലേ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ.